ഹായ് കൂട്ടുകാരെ, ദേവുട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോകണം, അത്യാവശ്യം ഉണ്ട്. അപ്പം കൂട്ടത്തിൽ കൊച്ചിന് അവധിയായിട്ട് എങ്ങും കൊണ്ടുപോയില്ല. പക്ഷേ അവളതിനെ കൊണ്ട് ഭയങ്കര പരാതി പറച്ചിലായിരുന്നേ. കഴിഞ്ഞ വർഷമൊക്കെ പോയതാണ്, വർഷം എങ്ങും പോകാൻ പറ്റിയില്ല. അപ്പം ചങ്ങനാശ്ശേരിയിൽ ഒരു പാർക്കുണ്ട്, അവിടെ ഒന്ന് കയറണം. അങ്ങനെ അവൾ പറഞ്ഞ് എന്നെ കൊണ്ടുപോവാണ്. എല്ലാ വർഷവും അപ്പനും കൂടെ വരുന്നതാണ്. ഇപ്രാവശ്യം അപ്പന് നേരമില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത്. എനിക്ക് ചങ്ങനാശ്ശേരി അക്ഷയയിലൊക്കെ ഒന്ന് കയറണം. ഞങ്ങൾ ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് എല്ലാം അവിടെയാണ്. ഇപ്പം തിരുവല്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ആവശ്യവും അവിടെ അങ്ങോട്ട് പോകണം. ചേച്ചിയുടെ മോനുണ്ട്, അവന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവൻ ഞങ്ങളെ അവിടെ കൊണ്ടുവിട്ടേച്ച് അവന് വേറെ വഴിക്ക് പോകും. ഞങ്ങൾ അപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം എല്ലാ പിള്ളേരും അവിടെ ഇവിടെയൊക്കെ പോയി, ടൂറുമൊക്കെ പോയി. അവളെ മാത്രം കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയും പറച്ചിലായിരുന്നു. അപ്പം ഞാൻ ഓർത്തൊന്ന് ജോലിയൊക്കെ കഴിഞ്ഞു എന്നാൽ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തു. രാവിലെ ഞങ്ങൾ പോകുന്നത്. ചങ്ങനാശ്ശേരി അവൻ കൊണ്ടുവിട്ടു. ഞങ്ങൾ പാർക്കിലിറങ്ങി. ടിക്കറ്റ് എടുക്കുന്നതിന് 2 പേർക്കൂടെ 50 രൂപയായതേ ഉള്ളൂ കേട്ടോ. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം അവിടെ. രസമാണ്, വന്നിങ്ങനെ ഇരിക്കാനൊക്കെ രസമാണ്. ഒത്തിരി പേരൊക്കെ ഇങ്ങനെ വന്ന് നമുക്ക് മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഈ സൈഡൊക്കെ ഇങ്ങനെ പിള്ളേരുടെ ഓരോ ഇതൊക്കെയാണ്. അങ്ങേ സൈഡുണ്ട്, നല്ല രസം. അവിടെ നല്ല തണൽ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറി നല്ലൊരു ഉണർവൊക്കെ കിട്ടും. അപ്പോൾ അവളിങ്ങനെ ഓരോ ഇതിലും കയറി ഇറങ്ങുവാണ്. ഞാനവിടെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവൾ കുരങ്ങ് മരത്തേന്ന് ചാടുന്ന പോലെ ഇവിടെ കയറുക, അപ്പുറത്ത് കയറുക, ഇപ്പുറത്ത് കയറുക. ഞങ്ങൾ ചെന്നപ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു വലുതായിട്ട് കേട്ടോ. രാവിലെയല്ലേ, ഞങ്ങൾ 9 മണിയായപ്പോൾ ഇവിടെ എത്തി. അപ്പം ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഉച്ചയാകുമ്പോൾ നല്ല തിരക്കാണ് പാർക്കിൽ കേട്ടോ. ആളൊക്കെ ഉള്ളപ്പോൾ പോയാലേ രസമുള്ളൂ, ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അവൾ പറയാം, എന്നോട് പറയാം, അമ്മയും കൂടെ ഊഞ്ഞാലാടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇത് കൊച്ചു പിള്ളേരുടെ ഊഞ്ഞാലാണ്. അങ്ങേ സൈഡിലുണ്ട് വേറെ ഊഞ്ഞാലുണ്ട് വലിയവർക്കാടാനൊക്കെ. അവൾ മാറി മാറി ഊഞ്ഞാലാടുന്നു, അവിടെ കയറുന്നു, ഇവിടെ കയറുന്നു. നോക്കി ഇരുന്ന് ആടുന്നുണ്ടോ. അപ്പം ഞാനിങ്ങനെ അപ്പുറം ഇപ്പുറം എല്ലാം മാറി ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ നോക്കി ഞാനും ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ, ഒക്കെ വരുന്നുണ്ട്. ഉച്ചയാകുമ്പോൾ നല്ല തിരക്കാണ്. ഞങ്ങൾ പോയിട്ട് നേരത്തെയൊക്കെ പോകുമായിരുന്നു, സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ പോകുന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പം തിരുവല്ലയിൽ നിന്ന് ഇച്ചിരി ഇങ്ങ് മുമ്പോട്ട് മാറിയെത്തി താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഇവിടുന്ന് തിരുവല്ലയിൽ ചെന്നിട്ട് വേണം പിന്നെ അവിടുന്ന് പോകാനായിട്ട്. അത് കാരണം പിന്നെ പിള്ളേരുണ്ട്, വണ്ടിയെ കൊണ്ടുപോകും. അവർക്കും നേരമില്ല, പിള്ളേർക്കും അവരെല്ലാം ഓരോ ജോലി ഒക്കെ ആയിട്ടിരിക്കുന്ന. അവരോട് ഞായറാഴ്ച ഒരു അവധി കിട്ടത്തുള്ളൂ. അപ്പോൾ അവന്മാർ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും. അവരോട് എപ്പോഴും അവിടെ ഇവിടെ കൊണ്ടുവന്നൊക്കെ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവന്മാർ പറയുവാണെങ്കിൽ ഞങ്ങൾ ഒരുങ്ങും കേട്ടോ. അതെ, ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങി. കൊച്ചു പിള്ളേരൊക്കെയാണ് കയറി ഊഞ്ഞാലത് കയറി ഇരിക്കുന്നതൊക്കെ. 3.5 വയസ്സുള്ളൊരു കൊച്ച് ഇപ്പോൾ അവിടെ വീണായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞ് കേട്ടോ. അവിടെ കൊച്ചൊരു കൊച്ച് തവളെ കണ്ടോ. അവളെ അവിടെ എല്ലാം ഓടി നടന്ന് കയറി കേട്ടോ. എവിടെ കയറണമെന്ന് നമുക്കറിയത്തില്ല. അവളെ ഓടി നടക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ പിള്ളേരും ഉണ്ട് കേട്ടോ. എല്ലാ പിള്ളേരും ഇങ്ങനെ ഞാൻ എന്നെ പിടിച്ച് അവളവിടെ കയറ്റിയിരുത്തി. ഇതുപോലെ ഒത്തിരി തവളയുണ്ട് അവിടെ. അവിടെ നനഞ്ഞ് കിടക്കും, മഴ ചാറിയായിരുന്നു. അപ്പോൾ അവിടെ നനവുണ്ട്. അത് കാരണം ഞാൻ പെയ്യെ അവിടെ നിന്ന് ഇരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അവൾ ഇതേലും കയറി. അമ്മേനോട് പറയാം, അമ്മ അപ്പുറത്ത് നിൽക്കാൻ. അപ്പുറം 2 പേര് നിന്നാലേ അത് രസമുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇങ്ങനെ ഒരു ഭംഗിയത്. ഞാൻ കയറിയിട്ടുണ്ട് നേരത്തെ. എനിക്കിപ്പം ഒരു എന്താണെന്ന് അറിയത്തില്ല. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, തന്നെ ആയതുകൊണ്ട് എനിക്കൊരു മടി. നേരത്തെ ചെന്നപ്പോൾ ഇതിലൊക്കെ കയറിയിട്ടുള്ളതാണ്. രസം അതേ കയറാനൊക്കെ. അമ്മയും കയറി നിൽക്കുന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല മോനെന്ന്.
അപ്പം വലിയവരൊക്കെ അവിടെ നിന്ന് ഈ നടക്കാൻ പോകുന്നവരൊക്കെ വന്ന് ഇവിടെ വന്ന് വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ വന്ന് നിന്ന്. അതിലൊക്കെ കയറി പ്രായമുള്ള അച്ചായന്മാരൊക്കെ വന്ന് ഇതേണ്ട ഒക്കെ കയറി ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്തടുത്തേ കയറിയിരിക്കുന്നുണ്ടോ. അപ്പം 80 രൂപ കൊടുത്തല്ലേ. അപ്പോൾ അവൾ ഓടി നടന്ന് എല്ലാത്തിലും കയറുവാണേ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ വായി നോക്കി ഞാൻ അപ്പുറം നിൽക്കുമോ. വലിയ വെയിലൊന്നും ഇല്ല, ചെറിയ മഴക്കാറുമൊക്കെ ഉണ്ടായിരുന്നു. വലുതായിട്ടങ്ങനെ മഴ പെയ്തൊന്നുമില്ല. ഒരു മൂടാപ്പാണ് ഞങ്ങൾ പോയപ്പോഴും. അടുത്തതേ കയറി കണ്ടോ. അവൾക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി നാളായില്ലേ വീടിനകത്ത് തന്നെ ഇരിക്കുകയല്ലാഞ്ഞോ, എങ്ങോട്ടും കൊണ്ടുപോകുന്നൊന്നും ഇല്ലായിരുന്നു. അവധിയായിട്ട് എങ്ങും പോയില്ല, ഇവിടെ വീട് വിട്ട് അങ്ങോട്ടും ഇറങ്ങിയില്ല, പോയില്ല. പിന്നെ ഇടയ്ക്കെങ്ങാണ് ഇങ്ങനെ എങ്ങോട്ടും തിരുവല്ലായ്ക്കൊക്കെ ഒന്ന് പോയെങ്കിലേ ഉള്ളൂ. അപ്പം പിള്ളേരെ ആഗ്രഹം പറയുമ്പോൾ നമ്മൾ അത് കണ്ടില്ല എന്നെങ്ങനെയാണ് വെക്കുന്നത്. അതിന് പിന്നെ ഞാൻ തന്നെ അവിടം വരെ കൊണ്ടുപോയത്. അതുകൊണ്ട് എന്നോട് പറയാം അമ്മ ഊഞ്ഞാലാണെന്നും പറഞ്ഞ് എന്നെയും പിടിച്ച് കയറ്റിയത്. വലിയ ഊഞ്ഞാലാണ്, ഇത് വലിയവർക്ക് ആടാം കേട്ടോ. രസമാണ് ഊഞ്ഞാലൊക്കെ. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പോയി, ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആടുകയൊക്കെ ചെയ്തു. രസം തന്നെ ആയതുകൊണ്ടൊരു ഉഷാറില്ല അങ്ങോട്ട്. പെണ്ണിന് കുഴപ്പമില്ല, അവൾ ഓടി നടക്കും കേട്ടോ. അതെ, ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ സന്ധ്യയൊക്കെ ആകുമ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ പോകണം. പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ നേരത്തെയൊക്കെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു സിംഹം അതിൻ്റെ പുറത്തും പോയിരിക്കുക. കൊച്ചു പിള്ളേരപ്പുറം ഒത്തിരി പേര് വന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോരുത്തർ കയറുന്നുണ്ട്. എനിക്ക് പേടിയായി വെള്ളത്തിലൊക്കെ, ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇതിലൊക്കെ ബോട്ടിലൊക്കെ കയറുന്നത്. അതുകൊണ്ടോ. അപ്പോൾ അവർ നമ്മളാരുമില്ല, കൂടെ ആരും ഇല്ലാതൊക്കെ എങ്ങനെ കയറുന്നത്. പിന്നെ അവർ വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾ നമ്മുടെ കൂടെ കയറും. പുള്ളിക്കും കൂടെ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് പുള്ളിയും വേണം കയറുമോ. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അവളടുത്ത് ഊഞ്ഞാലെ കയറി. അപ്പോൾ എന്നോട് ഇവിടെയും പറഞ്ഞോളൂ അമ്മ കയറാ, നിൽക്കുന്ന കൊച്ചു അവിടെ ഇത് ഊഞ്ഞാലാടുക. എന്നോട് പറയാം വലിയ ചേച്ചി ആടി, അമ്മയ്ക്കും ആടാൻ വരെ. ഞാൻ പറഞ്ഞു ഞാൻ കയറി പൊട്ടിപ്പോവാൻ. അവൾ പിന്നെ അതിലിരുന്ന് ആടുവാണ്. നല്ല രസമാണ് അങ്ങോട്ട് നോക്കി നിൽക്കാൻ, നല്ല ഭംഗിയാണ്, നല്ല കാറ്റൊക്കെ അവിടെ നിൽക്കുക. ഞാൻ അവിടെ ഇങ്ങനെ ഇന്ന് കാറ്റ് കൊള്ളുക. അവൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നു കണ്ടോ. പിന്നെ കണ്ടോ അവിടെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ കയറുന്നുണ്ട്. അവിടെ കൊച്ചു പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ എല്ലായിടും ഒന്നും എടുക്കണ്ട. മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റൊക്കെയാണ്. അപ്പം ചങ്ങനാശ്ശേരി ആണ് ഈ പാർക്ക്. ഞങ്ങൾ നിന്നപ്പോൾ ചെറിയൊരു മഴ ചാറിയപ്പോൾ ഞങ്ങൾ ദൈവത്തോട്ട് കയറി ഇങ്ങനെ ഇരുന്ന് അവിടെ വേണ്ട ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐസ്ക്രീമോ ചായയോ കാപ്പിയൊക്കെ കിട്ടും. ഞങ്ങളവിടെ ഇങ്ങനെ മഴ ചാറിയപ്പോൾ അവിടെ കയറിയിരുന്നത്. രാവിലെ ആയതുകൊണ്ട് വിശപ്പും ദാഹവും ഒന്നും ഇല്ലായിരുന്നു. അത് പോരാഞ്ഞിട്ട് മഴക്കാറും കൂടെ അല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും കുടിക്കാൻ തോന്നിയില്ല. പിന്നെ അപ്പുറത്തെ സൈഡിൽ വലിയ ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ നിന്നുകൊണ്ട് കണ്ട ഊഞ്ഞാലാടിയത്. പിന്നെ പിള്ളേരുടെ ഈ ജീപ്പ്, ഇത് 2 റൗണ്ട് ഓടിക്കുന്നതിന് 100 രൂപയാണ്. അപ്പോൾ അവൾ അതേ നോക്കി നിന്നപ്പം ഞാൻ ചോദിച്ചു നീ അതേ കയറണമെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി കയറണമെന്ന്. അപ്പോൾ ഞാൻ 100 രൂപ കൊടുത്ത് അവൾ ജീപ്പിൽ പോവുക. ഇങ്ങനെ വട്ടത്തിൽ ഇതുപോലെ ഇങ്ങനെ റോഡാണ്, ഇങ്ങനെ അങ്ങ് വരെ കിടക്കുക ഇങ്ങനെ കണ്ടോ. അപ്പോൾ അതേ 2 റൗണ്ടിനാണ് 100 രൂപ. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അവിടെ കൂടെ ഒന്നും പോകാൻ മേലായിരുന്നു. വട്ടത്തിലൊന്നും ഓടാനൊന്നും വയ്യ. ഞാൻ അവിടെ മാറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, അവർക്ക് റിമോട്ട് കൊണ്ടുള്ള പുള്ളി അതിങ്ങനെ പിടിച്ചുകൊണ്ട് പുറകെ വരുന്നത്. അത് വലിയ പിള്ളേർക്ക് അത് ചെയ്യണ്ട, അവർ തന്നെ ഓടിച്ചോളും. പുള്ളി കണ്ട പുറകെ പോവുക. 1 റൗണ്ടായി, ഇനി 1 റൗണ്ടും കൂടെ ഓടിക്കാം. 2 റൗണ്ടാണ്. 2 പിള്ളേരുള്ളവർക്ക് ഓരോരുത്തരെ 2 റൗണ്ട് വെച്ച് ഓടിക്കാം. ഇവൾ 2 റൗണ്ട് ഓടിച്ചു. ഞാൻ ഇവിടെ ഇരിക്കുക, ഊഞ്ഞാല കയറി ഇരിക്കുമായിരുന്നു ഞാൻ. അവിടെ ഞങ്ങൾ വന്നപ്പോൾ ഊഞ്ഞാലയിൽ ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയായിരുന്നേ.
പുള്ളിക്കാരി ഞങ്ങൾ നോക്കും നിന്നുകൊണ്ട് കുതിക്കുക ഊഞ്ഞാലയിൽ. അപ്പോൾ ഞങ്ങൾ എന്നോട് പറയാം, മോളെ ഈ ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കൊരു കൊതി, ഈ ഊഞ്ഞാലിലൊന്ന് ആടാനായിട്ട്. അത് ഞാൻ കയറി ഇരുന്ന് ആടുമായിരുന്നു, നിന്നുകൊണ്ട് ആടുമായിരുന്നു. അവിടെ കൊച്ചുമക്കളും ഒക്കെ അടുക്ക നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവളിത് കണ്ടപ്പോൾ പറയാം, അമ്മ നിന്നുകൊണ്ട് ഊഞ്ഞാലാടുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ നിന്നുകൊണ്ട് ഊഞ്ഞാലാടുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്കൊരു ഒന്ന് ഊഞ്ഞാലാടിയാൽ കൊള്ളാമെന്നൊരു തോന്നൽ. അത് രണ്ടാമത്തെ റൗണ്ട് അവൾ പോയി വന്നു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇവിടുത്തെ വലിയ ഊഞ്ഞാൽ അവൾക്ക് നിന്ന് ആടണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് നിന്ന് ആടാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയത്തില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്നാണ്ട് അടുത്ത റൗണ്ടും പോയി വന്നു. പുള്ളി പുറകെ ഓടി വരുവാണ്, ഞാനും പുള്ളിയുടെ പുറകെ വരുന്നത്. ഞങ്ങളിതെൻ്റെ ഇറങ്ങാൻ പോവാണ്. അപ്പം ഇനിയും കുറച്ച് കാഴ്ചകളോടൊക്കെ കണ്ടിട്ട് അവളോട് ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വരണ്ട, അമ്മ ഇച്ചിരി കൂടെ നിൽക്കുക, അമ്മ ഇച്ചിരി കൂടെ. ഞങ്ങൾ 12 മണി വരെ അങ്ങനെ അവിടെ നിന്ന് കേട്ടോ. ഇത് കയറി വരുന്ന വാതുക്കൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കണ്ടോ. പിള്ളേർ ഇതിലെല്ലാം കയറിയപ്പം ചാടിയതാണ്, അതെല്ലാം ചാടിയതാണ്. പിന്നെ ദേ പിള്ളേരെല്ലാം ഓരോരുത്തർ വന്ന് അവരുടെ കൂടെ എല്ലാം പിന്നെയും കയറി ചാടുക. അത് തവളയാണെന്ന് തോന്നുന്നു, തവളയല്ല വേറെ എന്തോ, അതിൻ്റെ പുറത്ത് പിന്നെയും കയറിയിരിക്കേണ്ട. ഇതെല്ലാം പിന്നെയും അവൾ ചെയ്യുക. ജമ്മ ചെയ്ത് അവിടെ നിന്ന് വരത്തില്ല, ഊഞ്ഞാലാടുക, പിന്നെയും കയറിയത്തെ തന്നെ കയറുക. അടുത്ത ഊഞ്ഞാലെ കയറി പിന്നെയും കയറുന്നുണ്ട്. ഇതെല്ലാം കയറിയതാണ്. പിള്ളേരുടെ ഒരു കാര്യമല്ല, പിന്നെ നമ്മളെന്ത് ചെയ്യാൻ, അവരുടെ സന്തോഷമല്ലേ നമുക്കെല്ലാം. അതുകൊണ്ടങ്ങ് നിന്ന് ഞാൻ അവിടെ നിന്ന് ബോറടിച്ച് നിൽക്കുക. നമുക്കിതേലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം കയറട്ടെ. ഇനിയിപ്പോൾ ഉടനെ ഒന്നും പോകുന്നില്ല, ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമല്ലോ. ഇനിയിപ്പോൾ എങ്ങോട്ടും പോകാനോ എടുക്കാനോ ഒന്നും. പിന്നെ ഞായറാഴ്ച ദിവസം പോകാം നമുക്ക് കേട്ടോ, ഇവിടെ അടുത്താണ്, നമുക്ക് അടുത്തല്ലേ ചങ്ങനാശ്ശേരി. അപ്പം ഞായറാഴ്ച പോകണമെങ്കിൽ പോകാം. കയറി അവിടെ എല്ലാം ഒന്നുകൂടെ അവൾ പറഞ്ഞു, ഒന്നുകൂടെ ഏതായാലും ഒന്ന് കയറി വെച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ എല്ലാത്തിനും കയറുക. ഭയങ്കര സന്തോഷമാണ്. ഇതിങ്ങനെ അതിന് നടുക്കായിട്ടൊരു വെള്ളച്ചാട്ടം പോലൊരു ഇതാണ്, നല്ല രസമാണ് കാണാൻ. സന്ധ്യ ആകുമ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച്, സന്ധ്യയ്ക്ക് നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെയും പോയി ഊഞ്ഞാലാടി. സന്ധ്യ സമയത്തൊക്കെ പോകാൻ നല്ല രസമാണ്, നല്ല ലൈറ്റും വെട്ടവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, അവിടെ നല്ല കാറ്റാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. ഇതിലെ ബോട്ടിലൊക്കെ കയറാൻ നമ്മൾ തന്നെ ചവിട്ടണം ഇങ്ങനെ, അത്രയാണ്. എനിക്ക് പേടിയാണ് അതിലൊക്കെ കയറാൻ. അവിടെ ചെന്ന് കയറിയിട്ട് അടങ്ങാണ് മറിഞ്ഞ് വീണെങ്കിൽ. ഞാൻ അവളോട് പോകാമെന്ന് പറയുവാണ്. അപ്പം ഞാൻ ദേ അവിടെ നോക്കിയിരിക്കുക. അപ്പം ഞങ്ങളുടെ ആ പാർക്ക് ജോലി ചെയ്യുന്നൊരു ചേച്ചി കണ്ട, പുള്ളിക്കാരി ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു ഞങ്ങളെ കണ്ടപ്പം. ഞങ്ങൾക്ക് അറിയാവുന്ന ചേച്ചി, ഒരു ബന്ധമുണ്ട് ആ ചേച്ചിയായിട്ട്. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളെ കണ്ട് ഞങ്ങൾക്ക് സബ്ബൊക്കെ തന്നു, ഹായ് ഒക്കെ തന്നു. അപ്പം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണേ. ബൈ.